ടീം സൺഡേ വാക്കിന്റെ അനുൽ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് മത്തേരാനിലെ ഒരു ചിന്ന ട്രെയിൻ യാത്രയിലാണുള്ളത്. നമ്മുടെ സാനിയാഷ് മാഷ്, എങ്ങനെയുണ്ട് നമ്മുടെ മത്തേരാനിലെ എക്സ്പീരിയൻസ്? മത്തേര എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വളരെ അപൂർവമാണ്. യാത്രികരെ ഇത്രയേറെ ആകർഷിക്കുന്ന അപാര കാഴ്ചകളാണ്. 30-ലധികം സൈറ്റുകൾ കേവലം 7 കിലോമീറ്റർ ചുറ്റളവിൽ കാണാൻ നമുക്ക് സാധിക്കും. സാനിയാഷ് മാഷ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എന്താ തോന്നുന്നു? ഇവിടുത്തെ പ്രത്യേകത പരിസ്ഥിതിയുടെ ആ വൈബാണ്. ഇത്രയും ഫ്രഷ് ഓക്സിജനും ഈ ഒരു പ്രകൃതിയുടെ മനോഹാരിതയും ഇത്രയേറെ വലിയ കുന്നിൻ പൊല്യൂഷൻലെസ് ആണ്. അതിലേറെ കാഴ്ചകളുടെ ഒരേ സമയത്ത് നമുക്ക് മിസ്റ്റി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും, റെയിനി സിറ്റുവേഷൻ, ഒപ്പം നല്ല സണ്ണിയായ ചില അറ്റ്മോസ്ഫിയർ. ഇതേ ഇങ്ങനെ മാറി മാറി മറിയുന്ന വേഷപ്പകർച്ചകൾ പ്രകൃതിയുടെ അത് ദർശിക്കണമെങ്കിൽ മാത്തേരാൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യും. നമുക്കിപ്പോൾ വിവരണം തന്നത് നമ്മുടെ ടീം ക്യാപ്റ്റനായിട്ടുള്ള സാനിയാസ് മാഷാണ്. ഒരുപാട് ടൂറുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സൺഡേ വാക്കിന്റെ ഏറ്റവും ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം. അടുത്തത് നമ്മുടെ എല്ലാ ടൂറിലും ഉണ്ടാകുന്ന ജുനൈദ് സഖാഫിയാണ്. നിങ്ങൾക്ക് മത്തേരനെ കുറിച്ച് എന്താണ് പറയുള്ളത്? യാത്ര പോകുന്നവർ എന്തായാലും മത്തേരയിൽ വരണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ സാനിയ സാർ പറഞ്ഞ മാർക്കറ്റ് എന്തായാലും വരണം, തീർച്ചയായിട്ടും വരണം. നമ്മുടെ മുഹമ്മദ് ഖാൻ സൺഡേ വാക്കിന്റെ ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും നോവലിസ്റ്റും അതോടൊപ്പം ഈ ടീമിന്റെ അമീർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? മതേരം ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു സ്പേസാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങളും അതേപോലെ തന്നെ പ്രകൃതിയും ഒക്കെ സംഗമിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അതായത് ഒരു 800 സമുദ്രനിരപ്പിൽ നിന്നും 800 മീറ്റർ ഉയരത്തിലുള്ള മതേരൻ എന്ന് പറയുന്ന ഒരു മലമുകളിലാണ് നമ്മളിപ്പോഴുള്ളത്. അതിന്റെ ചുറ്റുഭാഗങ്ങൾ ശരിക്കും എന്തായാലും നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് മതേരൻ. നിങ്ങളുടെ നോവലിനുള്ള കുറച്ച് കണ്ടന്റുകളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അതേപോലെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളിലൂടെയാണ് എഴുത്തിനൊക്കെ അത് ഉപയോഗിക്കുക. അത് അത് എഴുതുന്ന ആളുകൾക്കറിയാം അതിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. കാരണം മറ്റു പലരും കാണാത്തത് നമ്മൾ കാണുമ്പോഴേ അതിന് കൗതുകമുള്ളൂ. അല്ലാതെ എല്ലാവരും കാണുന്ന അതേപോലെ വിചാരിച്ചാൽ അതിനൊരു കൗതുകമില്ല. യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു യാത്ര സൺഡേ വാക്കിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് എനിക്ക് ജീവിതത്തിൽ പറ്റുന്ന വലിയൊരു നഷ്ടമായിരുന്നു. കാരണം വർണ്ണിക്കാൻ വാക്കുകളില്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. അത്രയും വൈബാണ്, അത്രയും പ്രകൃതി. അതായത് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ആ ഒരു കൾച്ചർ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം ഇതുവരെ ഇവിടെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നല്ലൊരു തീരുമാനം. കാരണം ഇവിടെ നിലനിൽക്കുന്നു, എല്ലാവരും അതിൽ സഹകരിക്കുന്നു. അതായത് മോട്ടോർ വാഹനങ്ങൾ ഇല്ലാത്ത ഒരു കാലത്ത് മോട്ടോർ വാഹനം നിരോധിച്ച ഒരു സ്ഥലമാണ് ഇവിടെ. ഭാവിക്ക് കണക്കാക്കിയിട്ട് അന്ന് നിരോധിച്ച ആ ഒരു നിരോധനം ഇതുവരെ ഇവിടെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഓക്സിജനും നല്ല പ്രകൃതി വർണ്ണിക്കാൻ കഴിയുന്നില്ല. ഓക്കെ അത് വിനീസ് മാഷ് നമ്മുടെ ചരിത്ര അധ്യാപകനാണ്. മത്തേരാനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്. ഏകദേശം നമ്മൾ 2650 മീറ്റർ സമുദ്രനിരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ നോക്കുന്ന സമയത്ത് ഫുൾ കോട മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അധിക വ്യൂ പോയിന്റുകൾ നമുക്ക് ഈ കോട കൊണ്ട് കാണാൻ പറ്റാത്തൊരു സാഹചര്യം. അതേപോലെ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനോരമയാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു മൗണ്ടെയിനെ മൊത്തം ചുറ്റി കാണാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ഡയറക്ഷനിൽ നിന്നും എല്ലാ ആംഗിൾസിൽ നിന്നും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പല ഒരു വ്യൂ പോയിന്റിന്റെ ഈ ഒരു ഏരിയയുടെ വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടോയ് എന്ന് പറയുന്നത് യുനെസ്കോ പൈതൃക മേഖലയിൽ ഇടം നേടിയുള്ള പൈതൃക മേഖലയിലേക്ക് അല്ലെങ്കിൽ പൈതൃകമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് വിവരണങ്ങൾ തന്നെ. അടുത്ത് ബഷീർ അഹമ്മദ് ഈ ടൂറിലെ വളരെ രസികനായിട്ടുള്ള ഒരാളാണ്. യാത്ര അതിമനോഹരമാണ്. തീർച്ചയായിട്ടും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മത്തേരൻ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത. അടുത്തത് നമ്മുടെ ആസിം മാഷ്. മത്തേരനെ കുറിച്ച് പറയുമ്പോൾ വളരെ പഴക്കം ചെന്ന സ്ഥലമാണെങ്കിലും ഒരു 5-6 വർഷമായിട്ടാണ് ഇത് വളരെ പുറത്തിറങ്ങി വിട്ടത്.
ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ അറിഞ്ഞു ഇവിടെ കെട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേക കിടന്നിരുന്ന ഒരു സൗന്ദര്യ സ്ഥലമാണ്. ഒരു 3 വർഷമായിട്ടുള്ളൂ. ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് പഴയ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പഴയ സ്ഥലമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതോടെ നമുക്ക് പറയാനുള്ളത് ഏതോ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് മടുത്ത് വിട്ട് ഒരു ഇങ്ങനെ പോകാൻ തോന്നും. പക്ഷെ അവിടെ പോകാൻ തോന്നുന്നില്ല. നല്ല അന്തരീക്ഷം ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു ദിവസത്തെ പ്ലാനാണ്. പക്ഷെ ഇന്നും ഇവിടെ എന്നും ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ബഷീർ ഹാജി മാഷ് ഈ ടൂറിലെ ഒരു സീനിയർ സിറ്റിസണാണ്. നമ്മളെ ഏറ്റവും പ്രകൃതിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും വലിയൊരു അത്ഭുതം അവിടെ ദർശിക്കാൻ സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും കൃത്രിമ വെള്ളച്ചാട്ടവും വനവും ഒക്കെ കാണാൻ പോകുന്നിടത്ത് ഒറിജിനൽ വെള്ളച്ചാട്ടവും ഒക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് ഈ യാത്രയുണ്ടാകും. അതോടൊപ്പം തന്നെ വളരെ പഴക്കമുള്ള സ്ഥലമാണെങ്കിലും ഒരു 5-6 വർഷത്തിന് ശേഷമാണ് കണ്ടുപിടിച്ചതെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യവും ഒക്കെ വരുന്നുണ്ട്. പുതിയ നിർദ്ദേശം കഴിവതും വേഗം ഇവിടുത്തെ അതോറിറ്റീസ് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്യുന്നു. ഒരു വലിയ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ശ്രീധരവി കാക്കയാണ്. അദ്ദേഹം എല്ലാ ടൂറിലെ ഒരു നിറ സാന്നിധ്യമാണ്. മതേതരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാതൃകയാണ്. ഇതിന്റെ പ്രകൃതി ഭംഗിയിലപ്പുറം ഇവിടുത്തെ ഈ പൊല്യൂഷൻ കാരണം ഒരു നമ്മുടെ ജീവവായു ഓക്സിജനാണല്ലോ. ഇത്രയും നല്ല ഒരു ഓക്സിജൻ നമുക്ക് നേടിത്തരുന്നതിൽ ഒരു മാതൃക കാണിക്കുകയാണ്. കാരണം ഇവിടെ ഒരു പുകയില്ല. രോഗപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരു മാതൃക കാണിക്കുന്ന ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസ്. ഇതിനപ്പുറം വളരെ സന്തോഷകരം. ശ്രീദേവിക്കൻ്റെ അടുത്ത് അൻസം ഒരു സൈക്കിൾ സഞ്ചാരിയാണ്. ഒരു അറിയപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കും. ഞാൻ ടീം സൺഡേ വാക്കിനൊപ്പം ആദ്യമായിട്ടുള്ള യാത്രയാണിത്. അത് ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു മാത്തിരയിലേക്കായതിൽ വളരെ സന്തോഷം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മാത്തിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് അറ്റം ഇണങ്ങി ചേർന്ന് സഞ്ചരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത്. നിങ്ങൾ സൈക്കിളുമായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സൈക്കിളുമായിട്ട് തീർച്ചയായും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം മോട്ടോർ വാഹനങ്ങളൊന്നും കടത്തിവിടാണ്ട് വളരെ എന്താ പറയാ അന്തരീക്ഷം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ എല്ലാവരും പറ്റുന്നവരൊക്കെ വരിക. ടൂറിന്റെ നിറ സാന്നിധ്യം ആതിഫ് മാഷ് മതേരാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അത്രക്കും ഭയങ്കര നഷ്ടമാണ്. കാരണം അത്രത്തോളം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണുന്നത്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമില്ല. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ഉള്ള നമ്മള് ട്രക്കിംഗ് പോലെ അല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയത്. പിന്നെ ചൂടായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യണില്ല. എപ്പോഴും ആ ഒരു കുളിർമയുണ്ട്. ഓക്സിജൻ നല്ല ലഭിക്കുന്നുണ്ട്. അതേപോലെ ഒരു അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തതുകൊണ്ട് തീരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ട് ലളിതമായിട്ട് എല്ലാം ആസ്വദിച്ചുകൊണ്ട് പോകാൻ കഴിയും. ഓക്കെ, താങ്ക് യു. നമ്മുടെ റമീസ് മാഷ് ഈ എല്ലാ ടൂറിന്റെയും സാന്നിധ്യമാണ്. മത്തേരാന് വളരെ മികച്ച ഒരു അനുഭവമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെയാണ് മത്തേരാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാളൊക്കെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് നേരിട്ട് അനുഭവിക്കുന്ന സമയത്തുള്ളത്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ. മത്തേരാന്റെ യുണീക്നെസ് നമ്മൾ വന്ന് ഇറങ്ങിയ മുതൽ തന്നെ നമുക്ക് കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നത് ചില പൊല്യൂഷൻ ഫ്രീ, പിന്നെ കുതിരകള്, പിന്നെ അങ്ങോട്ടുള്ള ടോയ് ട്രെയിൻ, ഇങ്ങനെ അതിൻ്റെതായ വ്യത്യസ്തതായിട്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ അവസാനിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായ കോളങ്ങൾ നിറഞ്ഞ ഇതും എല്ലാം അതിൻ്റെതായ വ്യത്യസ്തതകളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മത്തേരാൻ ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായും മത്തേരാൻ വളരെ നമ്മൾ കണ്ടിരിക്കേണ്ട നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഈ സൺഡേ വാക്കിനൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്ര ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ ഏകദേശം 20 കിലോമീറ്ററോളം നടന്നു. നല്ല രീതിയിൽ നടക്കാൻ കഴിയുന്നവർക്ക് അത് വളരെ ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട നമ്മുടെ ഷൗക്കത്ത് ഈ യാത്രയിലെ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കും. അദ്ദേഹം 2 കൈയിലും ഫോൺ എടുത്ത് വീഡിയോ നിങ്ങളുടെ അഭിപ്രായം പറയാം മത്തേരാനെ കുറിച്ച്. മത്തേരാന്റെ അഭിപ്രായം പറയാൻ എന്താ വെച്ചാല് ഒരു 10-30 കിലോമീറ്റർ നടക്കാൻ തയ്യാറുള്ളവർക്ക് അടിപൊളി കാഴ്ചയാണ്. കുഴപ്പമൊന്നുമില്ല.
ഒരിക്കലും മിസ് ചെയ്തിരുന്നതാണ്. ചെറുതായിട്ടൊന്ന് കാട്ടപ്പെട്ടു, കുഴപ്പമില്ല. എന്നാലും എങ്ങനെ തെറ്റിയാലും നമ്മള് ഒരു എങ്ങനെ തെറ്റിയാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും. ട്രെയിൻ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ടീം സൺഡേ വാക്കിന്റെ എൻക്ലേവില് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പലതും കാണാൻ സാധിക്കുന്നു, ഒരുപാട് കാഴ്ചകൾ. മഹാരാഷ്ട്രയെ കുറിച്ച് പൊതുവെ നമ്മൾ ചിന്തിക്കാറുള്ളത് ഒരു വർഗീയ കൂടുതലുള്ള സ്ഥലമായിട്ടാണ്. പക്ഷെ അധിക ക്ഷേത്രങ്ങളുടെ മുന്നിലും പള്ളികളുടെ മുന്നിലും നമുക്ക് കാണാൻ പറ്റിയ മതസൗഹാർദ്ദത്തിന്റെ ഗണപതി ബപ്പ മോറിയയുടെ പോസ്റ്റർ, അതേപോലെ തന്നെ ഈദ് മീലാദ് നബിയുടെ രണ്ടും ഒരേ ബോർഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഏരിയയും കൂടിയാണ് മഹാരാഷ്ട്ര മഥേരാൻ. ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോ അവിടെ ചാവിയൊന്നും ഉണ്ടാവില്ല, അതാ പ്രശ്നം. കൂടുതൽ ആളില്ല, ഞാനില്ലല്ലോ.